ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കോഫി ക്രീമും കൊണ്ടുവന്നാണ് കേട്ടോ. നിങ്ങൾ ബോട്ടക്സ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉള്ളിലുള്ളവർക്ക് പറ്റിയ ഒരു ക്രീമാണിത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസൊക്കെ മനസ്സിലാക്കിയിട്ട് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. അത്രയ്ക്ക് നല്ല ഒരു ക്രീമാണ് ഈ കോഫി ക്രീം ഞാൻ ഈ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. കോഫി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നിറയെ ആൻറ്റി ഓക്സിഡൻസ് ആണ്, അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ബാക്ടീരിയലാണ്. ഇതെല്ലാം കൊണ്ടും നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സെൽസ് ഡാമേജിനെല്ലാം പ്രതിരോധിക്കാനായിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഒന്നാന്തര എക്സ്ഫോലിയേഷനാണ്. നമ്മൾ സ്കിന്നിലൊക്കെ ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്, ഈ കോഫി പൗഡർ എക്സ്ഫോലിയേഷൻ വെറുതെ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് നമ്മുടെ കൈകളിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെഡ് സ്കിന്നൊക്കെ പോവുകയും സ്കിൻ നല്ല ബ്രൈറ്റ് ആവുകയും നല്ല ഷൈനിങ് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ അതിനകത്ത് കുറച്ച് പഞ്ചസാരയും അതുപോലെ വെളിച്ചെണ്ണയും കാപ്പിപ്പൊടിയും കൂടെ നമുക്ക് എക്സ്ഫോലിയേഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ നല്ല സൂത്തിങ് അല്ലേ, നല്ല സ്മെല്ലും നല്ലൊരു സൂത്തിങ് എഫക്റ്റാണ് ഈ കോഫി പൗഡറിനുള്ളത്. പിന്നെ എക്സ്ഫോലിയേഷനിലുപരി വേറെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നോ, ഇത് സ്കിൻ ടൈറ്റ് ആവും കേട്ടോ. സ്കിൻ ടൈറ്റ് ആവുന്നു. ഇപ്പം നമ്മൾ ബോട്ടക്സ് ഒക്കെ ചെയ്യുന്നത് സ്കിൻ ടൈറ്റ് ആവാനാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോൺ സ്റ്റാർച്ചാണ്, കോൺഫ്ലോർ അല്ല, കോൺ സ്റ്റാർച്ച്. അപ്പോൾ കോൺ സ്റ്റാർച്ചിനെ സംബന്ധിച്ച് ഇതിൻ്റെ എടുത്തു പറയാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോഴ്സിനെയൊക്കെ, അതായത് സുഷിരങ്ങളെയൊക്കെ ഷ്രിങ്ക് ചെയ്യുന്നതിന്, അതിന് സുഷിരങ്ങൾ ചെറുതാവുന്നതിന് കോൺ സ്റ്റാർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും പിന്നെ ആൻറ്റി ബാക്ടീരിയലാണ് കേട്ടോ. അപ്പോൾ സ്കിൻ ടൈറ്റ് ആവും. ഇപ്പോൾ പോഴ്സ് ഷ്രിങ്ക് ചെയ്യുമ്പോൾ തന്നെ സ്കിൻ ടൈറ്റ് ആവും അല്ലേ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ ഈ കോൺ സ്റ്റാർച്ച് ഈ കോഫി പൗഡറിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണമാണത്. പിന്നെ നമ്മളിതിൽ മിക്സ് ചെയ്യണത് എന്താണെന്നോ, അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ല് നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ നിലനിർത്തുന്നതിനും അതുപോലെ പോഷണം കിട്ടുന്നതിനും സെൽസിൻ്റെ ഡാമേജസ് മാറ്റുന്നതിനും പുതിയ സെൽസ് പെട്ടെന്ന് വരുന്നതിനും പിന്നെ വാർദ്ധക്യ ലക്ഷണങ്ങളായ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതുപോലെ ഡാർക്ക് സ്പോട്ട് അങ്ങനെ തുടങ്ങി വാർദ്ധക്യ ലക്ഷണങ്ങളെ നമുക്ക് ചെറുത്ത് നിർത്തുന്നതിനും എല്ലാത്തിനും അലോവേറ ജെല്ല് മാത്രമല്ല, ഈ കോഫിയും അതുപോലെ നമ്മളീ പറയുന്ന കോൺ സ്റ്റാർച്ചും എല്ലാം ഇതിൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് റോസ്മേരിയാണ്. റോസ്മേരി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അതല്ല നിങ്ങളുടെ കയ്യിൽ ഓയിലുള്ളെങ്കിൽ, ചിലവരുടെ കയ്യിൽ ലൈം കാണും, അതുപോലെ തന്നെ റോസ് ഹിപ്പ് ഓയിൽ കാണും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ 1/2 സ്പൂൺ ബദാം ഓയിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഈ ഗുണങ്ങളെല്ലാം ബദാം ഓയിലിനുണ്ട്. പിന്നെ റോസ്മേരി ഓയിൽ എന്ന് പറയുമ്പോൾ അതിനൊരു നല്ലൊരു സ്മെല്ലും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വാർദ്ധക്യ ലക്ഷണങ്ങളായ ഫൈൻ ലൈൻസും അങ്ങനെയുള്ള സ്കിൻ ഡാമേജസും അതുപോലെ ചുളിവുകളും എല്ലാം മാറുന്നതിനും നല്ലതാണ്. പിന്നെ ആൻറ്റി ബാക്ടീരിയലാണ്, പോഴ്സൊക്കെ ഷ്രിങ്ക് ചെയ്യുന്നതിനും എല്ലാത്തിനും റോസ്മേരി എസൻഷ്യൽ ഓയിൽ നല്ലതാണ്. അപ്പോൾ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ഡയറക്റ്റ് ഒഴിച്ചില്ലേലും നിങ്ങൾ ഞാനീ പറഞ്ഞു വിട്ട് ഒരു 5 തുള്ളി 1 സ്പൂൺ ബദാം ഓയിലിലോ കോക്കനട്ട് ഓയിലിലോ മിക്സ് ചെയ്ത് അങ്ങനെ ഒഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു 10 തുള്ളി നിങ്ങൾ ഒഴിച്ചാൽ മതി, അങ്ങനെയും ചെയ്യാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് നിങ്ങൾ മറ്റു ഓയിലിൽ, കാരിയർ ഓയിലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നമ്മൾ സേഫ്റ്റി കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയട്ടെ. അപ്പോൾ നമ്മൾ കോഫി 1 സ്പൂണാണ് എടുക്കണത്. അപ്പോൾ കോഫി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും ഏത് കോഫിയാണ്. അപ്പോൾ ഏറ്റവും നല്ലത് കോഫി കുരുവാണ്. കുരു നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാം. അപ്പോൾ ഇതാണ് 1 സ്പൂണാണ് നമ്മൾ എടുക്കണത്. അതിനകത്തേക്ക് നമ്മൾ ഒരു 250 ml കേട്ടോ വെള്ളം ഒഴിച്ച് അതിനെ തിളപ്പിക്കണം. അതിനെ തിളപ്പിച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അത് ഇറക്കി അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ എപ്പോഴും നല്ലത് കോട്ടനാണ് കേട്ടോ. നമ്മൾ അരിപ്പേക്കാളും നല്ലത് കോട്ടനാണ്. അപ്പോൾ ചണ്ടിയൊക്കെ അടിയുന്നതിന് കോട്ടനാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നല്ലൊരു വെളുത്ത തുണി മതി, വേറെ ഒന്നും വേണ്ട. അല്ലെ ഗോസ് ഉണ്ടെങ്കിൽ ഗോസ് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്കെടുത്ത് അരിച്ചെടുക്കുക. അതിലേക്ക് 1 സ്പൂൺ കോൺ സ്റ്റാർച്ച് ഇടണം. കോൺ സ്റ്റാർച്ച് പെട്ടെന്ന്
അത് ഇങ്ങോട്ട് കട്ട പിടിക്കുവേ. അതുകൊണ്ട് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ച് വളരെ സ്ലോ ആയിട്ട് അത് ഇളക്കി 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 നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം പരുവത്തിലാവുമ്പോൾ അത് ഇറക്കി വെക്കണം. ഓക്കെ, അത് ഇറക്കി വെച്ച് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അലോവേറ ജെല്ല് ഒരു സ്പൂൺ ചേർക്കണം. അതുപോലെ തന്നെ നമുക്ക് റോസ്മേരി ഓയിൽ, കാരിയർ ഓയിലിൽ, ബദാം ഓയിലിലോ കോക്കനട്ട് ഓയിലിലോ ആർഗൺ ഓയിലിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഒഴിക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അവിടെ പിന്നെ നല്ലൊരു ജാറിൽ എടുത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചോളൂ കേട്ടോ, ഇതിന് പുറത്ത് വെക്കണ്ട. ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഒരു 45 തുടങ്ങി അതിന് മുന്നേ ഉപയോഗിക്കാം കേട്ടോ. 45 ഒക്കെ ഏജ് അങ്ങനെ നമുക്കധികം ഇങ്ങനെ ചുളിവുകളും കാര്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ കോഫി ക്രീം ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ ഏജ് ആയിട്ടുള്ളവർക്ക് ഞാൻ കോളേജൻ ബൂസ്റ്റ് ക്രീം പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് വൈകിട്ട് ഇത് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്ലൈ ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇതാണ് കോഫി ക്രീം. എന്തിനാണ് നമ്മൾ ബോട്ടക്സിന് പകരം സ്കിൻ ടൈറ്റ് ആവുന്നതിനും പോഴ്സ് ഷ്രിങ്ക് ചെയ്യുന്നതിനും വാർദ്ധക്യ ലക്ഷണങ്ങളെ പോസ്റ്റ്പോൺ ചെയ്യുന്നതിനും ഉള്ള വാർദ്ധക്യ ലക്ഷണങ്ങളെ നമുക്ക് അതിനെ എന്താ പറയണേ മറയ്ക്കുന്നതിനും ഓക്കെ എല്ലാത്തിനും കൂടിയുള്ളൊരു നല്ല അടിപൊളി ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കണേ. അപ്പോൾ ഇതിന് നമുക്ക് കോഫി പൗഡർ വേണം, അതുപോലെ തന്നെ അലോവേറ ജെല്ല് വേണം, കോൺ സ്റ്റാർച്ച് വേണം, റോസ്മേരി വേണം. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് കോഫി പൗഡർ തിളപ്പിച്ച് അതിനെ പിന്നെ അരിച്ചെടുത്ത് അതിലേക്ക് കോൺ സ്റ്റാർച്ച് ഇട്ട് പതുക്കെ ചൂടാക്കി ഇളക്കി ക്രീം രൂപത്തിലാക്കി അതിലേക്ക് തണുത്ത് കഴിയുമ്പോൾ അലോവേറ ജെല്ലും റോസ്മേരി ഓയിൽ ഒരു 10 തുള്ളി ഒഴിച്ച് അടച്ച് ഭംഗിയായിട്ട് എടുത്ത് വെക്കുക. എല്ലാ ദിവസവും മുഖം ക്ലെൻസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ ഇനി നമ്മുടെ നാട്ടുവിശേഷം, നമ്മുടെ ഓണം വന്നില്ലേ. മഴയൊക്കെ ഒന്ന് മാറി പിള്ളേരുടെ എക്സാമൊക്കെ ഇന്ന് കഴിയും. അപ്പോൾ ഓണാഘോഷങ്ങൾ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും വളരെ ഹാപ്പിയാണല്ലേ. ഓണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം സമയം. ഹാപ്പി ആവണം, ഹാപ്പി ഇല്ലെങ്കിലും നമ്മൾ സന്തോഷമായിട്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ സന്തോഷിക്കാൻ അവസരം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ കൂടുക, പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ കാണുക. ഇപ്പം ജോലിയുള്ളവർക്കൊക്കെ 2 ദിവസം അടുപ്പിച്ച് ഒഴിവ് കിട്ടുമല്ലോ അടുത്ത ആഴ്ച. അപ്പോൾ നിങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ച് ഓണാഘോഷിക്കണം കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എല്ലാവരും. ഓക്കെ, അപ്പോൾ എല്ലാവരും കോഫി ക്രീമും ഉണ്ടാക്കി വെക്കണം ഓണത്തിൻ്റെ ഒഴിവ് ദിവസങ്ങളിൽ കേട്ടോ. കോളേജൻ ബൂസ്റ്റ് ക്രീമും ഉണ്ടാക്കി വെക്കണം. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.